നമുക്ക് ഇന്ന് ഓവർ അറ്റാച്ച്മെന്റ് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാലോ. അതായത് നമ്മൾ ചില സമയത്ത് പറയില്ല, എനിക്ക് അവനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്നൊക്കെ. ഈ അറ്റാച്ച്മെന്റും ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് അവനോട് ഭയങ്കര സ്നേഹമാണെന്നുള്ളതാണ്. പക്ഷേ സ്നേഹവും അറ്റാച്ച്മെന്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ചെടിയെ സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണ്? ആ ചെടിയിലൊരു പൂവുണ്ടായി, ആ പൂവ് കൊഴിഞ്ഞ്, അല്ലാതെ ആ പൂവ് പറിച്ച് സ്വന്തമാക്കി അങ്ങനെയാണോ നമ്മൾ? അത് സ്നേഹമല്ല അല്ലേ. അതായത് ഒരാളെ അയാളുടെ എല്ലാ കുറവുകളോടും കൂടി തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അയാളുടെ എല്ലാ സ്ട്രെങ്ത്തും മനസ്സിലാക്കി അയാളുടെ കൂടെ നിന്ന് അയാൾ വീക്കാവുമ്പോൾ സമാധാനിപ്പിച്ച് അതൊക്കെയാണ്. അതായത് ഒരാളെ പൂർണ്ണമായിട്ടും ബ്ലൂം ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയും, വിടരാൻ അനുവദിക്കുക. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു സ്നേഹത്തിനൊരു നർച്ചറിങ് പോലെ, അതായത് ഒരാളെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന രീതിയിലുള്ളതാണ് സ്നേഹം എന്ന് പറയുന്ന ഫീലിംഗ്. പക്ഷെ അറ്റാച്ച്മെന്റ് ഇതല്ല. അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പാണ്. അതായത് നമ്മൾ ശരിക്കും വേറൊരാളോട് നമുക്ക് ഓവർ അറ്റാച്ച്മെന്റ് ആണ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ താക്കോൽ, അത് നമ്മുടെ ഇമോഷൻസിന്റെ താക്കോൽ നമ്മൾ ആ ആളെ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ എന്താ സംഭവിക്കുന്നത്? അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ എന്നോട് മിണ്ടിയില്ല, എനിക്ക് വിഷമാണ്. അവൻ ഇഗ്നോർ ചെയ്തു, ഞാൻ ഡിപ്രസ്ഡ് ആയി. അവൻ ബ്രേക്കപ്പ് ചെയ്തു പോയി, എൻ്റെ ജീവിതം അതോടെ തീർന്നു. അതായത് അങ്ങനെ ഇതാണ് പ്രശ്നം. അതായത് വേറൊരാളിലേക്ക് നമ്മളുടെ എല്ലാ ഫീലിങ്സിൻ്റെയും കൺട്രോൾ കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓവറായിട്ട് വേറൊരാളിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഒരിക്കലും എന്താ മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെയും നമ്മളുടെ മനസ്സിൻ്റെയൊക്കെ താക്കോൽ വേറൊരാളുടെ കൈ കൊടുത്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോണ വഴികളിൽ അയാൾ എറിയുന്ന കല്ലുകളും പൂവുകളും മുള്ളുകളും എല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളെപ്പോലെ തന്നെ മറ്റൊരാളും വേറൊരു വ്യക്തിയാണ്. നമ്മളുടെ ഫീലിങ്സിനെ ഒരാൾ ഇങ്ങനെ വരിഞ്ഞു മുറുകി കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് തോന്നും? അത് നമുക്ക് പറ്റും. നമുക്ക് ഭയങ്കരമായൊരു ശ്വാസം മുട്ടില്ലാതെ തോന്നുന്നു. അത് സ്നേഹമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഭയങ്കര ഒരാൾ നമ്മൾ കൺട്രോൾ ചെയ്യാനുണ്ടാകുമ്പോൾ അത് സ്നേഹമല്ല, അതെന്താ ഒരു തരം ശ്വാസം മുട്ടലാണ് ആ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെയാണ് നമ്മളൊരാളിലേക്ക് ഓവർ അറ്റാച്ച്മെന്റ് കൊടുക്കുന്ന സമയത്ത് അയാൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യാണ്? ഓവർ കൺട്രോൾ ചെയ്തിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്. അങ്ങനെ ശ്വാസം മുട്ടിച്ച് ഉണ്ടാവുന്ന ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു സുഖം ഉണ്ടോ? എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടോ? സൗന്ദര്യം ഉണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഓവർ അറ്റാച്ച്ഡ് ആണെങ്കിൽ അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കാം. നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് എന്താണോ, മറ്റൊരാൾ നമുക്ക് എന്ത് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് അവർക്കും കൊടുത്തു നോക്കുക. അങ്ങനെ വിട്ടു കൊടുക്കുമ്പോഴുണ്ടല്ലോ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും.